എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ ട്രാവൽ വീഡിയോ ആണ്. നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലുള്ള കൂന്തൻകുളം എന്ന പക്ഷി സങ്കേതത്തിലേക്കാണ്. പ്രകൃതിയും മനുഷ്യനും എത്രത്തോളം ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നു എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് കൂന്തൻകുളം ബേർഡ് സാഞ്ചുറി. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങളിത് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് ദേശാടന പക്ഷികളെയും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒട്ടനവധി കാഴ്ചകളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂന്തൻകുളത്തേക്ക് ഇതെൻ്റെ ആദ്യത്തെ യാത്രയല്ല. ഇതിനു മുമ്പ് പലതവണയും ഞാനിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ യാത്രയ്ക്ക് പ്രത്യേകത ഉള്ളത് എൻ്റെ സുഹൃത്ത് അഭിനേഷ്. അവൻ എന്നെപ്പോലെ തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും പ്രകൃതിയെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവൻ ക്യാമറയെല്ലാം വാങ്ങിച്ചതിന് ശേഷം ആദ്യം എവിടെ പോകുമെന്ന് ചോദിച്ചപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ പറയാൻ പറ്റിയൊരു സ്ഥലം കൂന്തൻകുളം ബേർഡ് സാഞ്ചുറി ആയിരുന്നു. അതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പക്ഷി വൈവിധ്യം തന്നെയാണ്. ഇത്രയും ദേശാടന പക്ഷികളെ ഒരുമിച്ച് കാണാനും അവയുടെ ആവാസ വ്യവസ്ഥയെപ്പറ്റി മനസ്സിലാക്കാനും ഇതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ അവന് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. പ്രസിദ്ധരായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഈ ഇദ്ദേഹത്തോടൊന്ന് ചോദിക്കാം, താങ്കൾ എങ്ങനെ കുന്തൻകുളത്തെ നോക്കി കാണുന്നു? വളരെ നല്ലൊരു സ്ഥലം തന്നെ. ഇത്രയും മനോഹരമായൊരു സ്ഥലത്ത് എത്താൻ സാധിച്ചതിൽ വളരെയേറെ നന്ദിയുണ്ട്. അതിന് ഞാൻ കിഷോറിന് നന്ദി അറിയിക്കുന്നു. ദേശാടകരായി ദക്ഷിണേന്ത്യയിലെത്തുന്ന ജലപക്ഷികളുടെ ഏറ്റവും വലിയ പ്രജനന കേന്ദ്രമാണ് കൂന്തൻകുളം ബേർഡ് സാഞ്ചുറി. ഇവിടുത്തെ പക്ഷികളെക്കുറിച്ചും പക്ഷി വൈവിധ്യത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ ജനങ്ങളും. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ പല ആഘോഷങ്ങളും പക്ഷികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതി ഇവർ മാറ്റിവെക്കുന്നു. പലതരത്തിലുള്ള ദേശാടന പക്ഷികൾ ഇവിടേക്ക് എത്തുന്നുണ്ടെങ്കിലും കൂന്തൻകുളത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അരയന്നക്കൊക്കുകളാണ്. നമ്മൾ രാജഹംസം എന്ന് വിളിക്കുന്ന അരയന്നക്കൊക്കുകളെ കാണാൻ വേണ്ടിയാണ് ഇവിടേക്ക് കൂടുതൽ സഞ്ചാരികളും എത്തിച്ചേരുന്നത്. അരയന്നക്കൊക്കുകളുടെ ചിത്രങ്ങളും വീഡിയോയും പകർത്താൻ വേണ്ടി തന്നെയാണ് ഞങ്ങളും ഇവിടേക്ക് എത്തിച്ചേർന്നത്. കൃഷിയും കന്നുകാലി വളർത്തലും ഉപജീവന മാർഗമായി സ്വീകരിച്ചിരിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ പതിറ്റാണ്ടുകളായി പക്ഷികളെ സംരക്ഷിച്ചു വരുന്നു. കാലാവസ്ഥ വ്യതിയാനം മൂലം ഇവിടേക്കെത്തുന്ന പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും എത്തുന്ന പക്ഷികൾക്ക് വേണ്ടുന്ന സുരക്ഷ ഉറപ്പാക്കാൻ ഗ്രാമീണർ ശ്രദ്ധിക്കാറുണ്ട്. സീസൺ ആരംഭിക്കുന്ന സമയം മുതൽ അവസാനിക്കുന്നതുവരെ കൂന്തൻകുളത്തെത്തിയാൽ കാണാൻ കഴിയുന്നൊരു പക്ഷിയാണ് പെയിൻറ്റഡ് സ്റ്റോർക്ക്. മലയാളത്തിൽ പൂതക്കൊക്കെന്നും വർണ്ണക്കൊറ്റിയെന്നും വർണ്ണക്കൊക്കെന്നും അറിയപ്പെടുന്ന ഇവർക്ക് ഏകദേശം 1 മീറ്ററോളം വലിപ്പം വയ്ക്കാറുണ്ട്. ഹിമാലയം മുതൽ സൗത്ത് ഇന്ത്യ വരെ ദേശാടനം നടത്തുന്ന വർണ്ണക്കൊക്കുകൾ തന്നെയാണ് കൂന്തൻകുളത്ത് ഏറ്റവും അധികമുള്ള പക്ഷിവർഗവും. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന കുറിത്തലയൻ ബാത്തയാണ് എണ്ണത്തിൽ കൂടുതലുള്ള മറ്റൊരു പക്ഷി വിഭാഗം. മലയോട് ചേർന്നുള്ള തടാകങ്ങളിൽ കാണപ്പെടുന്ന ഇവർ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ബാർ ഹെഡഡ് ഗൂസ് എന്ന പേരിലാണ്. നൂറുകണക്കിന് പക്ഷികൾ ആ തടാകത്തിൽ അങ്ങനെ നീന്തിക്കളിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇനി തിരുനെൽവേലി ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കൂന്തൻകുളം കൂടി സന്ദർശിക്കുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കുക. കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്ന കൂന്തൻകുളത്ത് അവിടുത്തെ ഗൈഡിൻ്റെ സഹായമില്ലാതെ നമുക്കൊരിക്കലും രാജഹംസത്തെയോ മറ്റു പക്ഷികളെയോ സ്പോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് ഈ രാജവംശമുള്ള സ്ഥലം എവിടെയാണെന്ന് ഞങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അങ്ങോട്ട് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ നല്ലൊരു മഴ പെയ്തതുകൊണ്ട് ആ സമയത്ത് കയറിയിരുന്ന ആഹാരം കഴിച്ച് പിന്നെ യാത്ര തുടരുകയാണ്. അങ്ങനെ ഏകദേശം 1 കിലോമീറ്ററോളം സഞ്ചരിച്ച് രാജഹംസം എന്നറിയപ്പെടുന്ന അരയന്നക്കൊക്കുകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ് അരയന്നക്കൊക്കുകൾ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്നത്. അരയന്നക്കൊക്കുകൾ വെള്ളത്തിൽ ഇരതേഴുന്നതും കൂട്ടമായി നടന്നു നീങ്ങുന്നതും അതുപോലെ തന്നെ നീണ്ട ചിറകടിച്ച് അവർ പറന്നു വരുന്നതുമെല്ലാം അതിമനോഹരമെന്ന് മാത്രം പറയാനാകുന്ന കാഴ്ചകളാണ്. പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് നമ്മളിതെല്ലാം നേരിട്ട് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. സാധിക്കുമെങ്കിൽ നിങ്ങളും ഇത് നേരിട്ട് തന്നെ ചെന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുക. ആഫ്രിക്കയിലും യൂറോപ്പിലും അതുപോലെ തന്നെ ഏഷ്യയിലും കാണപ്പെടുന്ന അരയന്നക്കൊക്കുകൾ ആഹാരത്തിനും പ്രജനനത്തിനും വേണ്ടിയിട്ടാണ് ദേശാടനം നടത്തുന്നത്.
5 കിലോഗ്രാം ഭാരവും ഏകദേശം 1.5 മീറ്ററോളം വലുപ്പം വയ്ക്കുന്ന അരയന്നക്കൊക്കുകളുടെ ശരീരത്തിൽ ആ പിങ്ക് കളർ കയറുന്നത് അവരുടെ ആഹാരത്തിൽ നിന്നുമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യുറേഷ്യൻ സ്പൂൺബിൽ എന്നറിയപ്പെടുന്ന ചട്ടുതലയൻ കൊക്കിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരീരഘടന നമ്മളുടെ നാടൻ കൊക്കിനോട് സാദൃശ്യമുണ്ടെങ്കിലും സ്പൂണ് പോലെയുള്ള കൊക്കാണ് ഇവരുടെ പ്രത്യേകത. വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും അതുപോലെ തന്നെ കാനഡ പോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ കാണപ്പെടുന്ന ഒരു കാട്ടുതാറാവാണ് ഈ വാൽനരണ്ട. മുൻപ് ചിത്രങ്ങളിലും വീഡിയോയിലുമൊക്കെ കണ്ടിട്ടുള്ള ഇവരെ ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. ഈ ഒരു യാത്രയിൽ ഏറ്റവും അധികം പ്രയാസം അനുഭവപ്പെട്ടത് ഇവരുടെ ദൃശ്യങ്ങൾ പകർത്താനായിരുന്നു. മനുഷ്യരുടെ ഒരു സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് പറന്നു മാറുന്ന ഒരു വളരെ നാണം കുടുങ്ങിയായിട്ടുള്ളൊരു പക്ഷിയാണ് നോർത്തേൺ പിൻറ്റെയിൽ. വളരെ സാവധാനത്തിൽ നീന്തിപ്പോകുന്ന ഇവനാണ് പുള്ളിച്ചുണ്ടൻ താറാവ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ചുണ്ടിലുള്ള ആ മഞ്ഞ കളറാണ് ഇവർക്ക് ഈ പേര് വരാൻ കാരണം. നമ്മുടെ നാടൻ താറാവിനോട് വളരെയധികം രൂപസാദൃശ്യമുള്ള ഇവർ അറിയപ്പെടുന്നത് സ്പോട്ട് ബിൽഡ് ഡക്ക് എന്ന പേരിലാണ്. ചെറിയ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലും കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലും ഇവരെ നമുക്ക് കാണാൻ കഴിയും. പെലിക്കണുകളെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു പക്ഷിയാണ് പെലിക്കൺ. ഇരയെ വെള്ളത്തോടു കൂടി പിടിച്ച് വിഴുങ്ങുന്നതിന് മുമ്പ് വെള്ളം വാർത്ത് കളയുന്നതാണ് ഇവരുടെ ആഹാര രീതി. പെലിക്കൺ വെള്ളത്തിലേക്ക് പറന്നിറങ്ങുന്ന ഒരു മനോഹര ദൃശ്യം നമ്മളുടെ ചാനലിൽ തന്നെ ഷോർട്സിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി കാണാം. കുറേ മുഴയൻ താറാവും ഒത്ത നടുക്കൻ്റെ വർണ്ണക്കൊക്കും. ഇനി പറയാൻ പോകുന്നത് മുഴയൻ താറാവിനെ കുറിച്ചാണ്. നോബിൾഡ് ഡക്ക് എന്നറിയപ്പെടുന്ന മുഴയൻ താറാവിനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കാണാൻ സാധിക്കും. ആൺ താറാവുകളുടെ കൊക്കിന് മുകളിൽ ഒരു തടിച്ച മുഴയുണ്ട്. അതുകൊണ്ടാണ് ഇവർ മുഴയൻ താറാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനുഷ്യരുടെ സാന്നിധ്യം ഒട്ടും ആഗ്രഹിക്കാത്തൊരു പക്ഷിയാണ് മുഴയൻ താറാവ്. നമ്മുടെ നെൽപ്പാടങ്ങളിലും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഇവരെ കാണാറുണ്ടെങ്കിലും മനുഷ്യരുടെ ഒരു സാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൂട്ടമായി ഇവർ പറന്നുപോകും. കൂന്തൻകുളത്തേക്ക് ഗതാഗത സൗകര്യങ്ങൾ കുറവാണ്. സ്വന്തം വാഹനത്തിലല്ലാതെ വരുന്നവർ തിരുനെൽവേലി വരെ ട്രെയിനിനും അവിടെ നിന്ന് നാഗർകോവിൽ ബസ്സിൽ കയറി നാഗനേരി സ്റ്റോപ്പിലിറങ്ങി അവിടെ നിന്ന് ഓട്ടോയ്ക്ക് നമ്മൾക്ക് കൂന്തൻകുളം ബേർഡ് സാഞ്ചുറിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടേക്ക് എത്തുന്നവർ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി ആഹാരത്തിൻ്റെ ലഭ്യതയാണ്. കൂന്തൻകുളം ബേർഡ് സാഞ്ചുറിയുടെ 2-3 കിലോമീറ്റർ ചുറ്റളവിൽ നല്ല കടകളോ മറ്റ് ഹോട്ടലുകളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടേക്ക് എത്തുന്നവർ കയ്യിൽ എന്തെങ്കിലും ആഹാരം കരുതുന്നത് വളരെ നന്നായിരിക്കും. കൂന്തൻകുളം ശരിക്കും ഒരു പാഠപുസ്തകമാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥ പറയുന്ന പാഠപുസ്തകം. ഇവിടെ നമുക്കൊരു ജനതയെ കാണാം. പ്രകൃതിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരെ, പക്ഷികളെ സംരക്ഷിക്കുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവരെ, പ്രകൃതിയെ നശിപ്പിക്കാതെ നാളേക്കായി കരുതി വയ്ക്കുന്നവരെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂന്തൻകുളം എന്ന ചെറിയ ഗ്രാമം നമ്മളെ പഠിപ്പിക്കുന്നു. കൂന്തൻകുളത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. പ്രാപ്പിടിയന്മാരായിട്ടുള്ള ഒരുപാട് ദേശാടന പക്ഷികളും ഇവിടെ എത്തുന്നുണ്ട്. അതെല്ലാം മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തി ഈ കാഴ്ചകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായിട്ടൊന്ന് ഷെയർ ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.